പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിടത്ത് ഒരു അമ്മയ്ക്ക് നമ്മൾ സാറ എന്ന പേര് കൊടുക്കാം. അവൾ വിധവയായിരുന്നു. അവൾക്ക് ഒരു മകനുമുണ്ട്. മകന് സാം എന്ന് നാം പേര് കൊടുക്കുന്നു. അമ്മ സാറയും മകൻ സാമും. അവൻ വളർന്നു വന്നു. അവനെ അമ്മ പഠിപ്പിച്ചു, ദൈവവചനം പറഞ്ഞു കൊടുത്തു. സൽസ്വഭാവിയായി ദൈവ പൈതലായി വളരുന്നു. പഠനം, ഭക്ഷണം, ജീവിതത്തിന് എല്ലാം അനുകൂലമായ സാഹചര്യം, ഒരു ദൈവ പൈതലായി വളരുന്നതിനുള്ള സാഹചര്യം എല്ലാം ആ മകന് അമ്മ ചെയ്തു കൊടുത്തു. പക്ഷേ ആ മകന് ജന്മനാൽ തന്നെ ഒരു വൈകല്യമുണ്ടായിരുന്നു. അതായത് അവൻ ഒറ്റക്കണ്ണനായാണ് പിറന്നത്. അവൻ്റെ ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. ആ കാഴ്ച നികത്തുന്നതിന് വേണ്ടി ആ അമ്മ തൻ്റെ തന്നെ കണ്ണ് ആ കുഞ്ഞിന് കൊടുത്ത് അവൻ രണ്ട് കണ്ണും കാണുന്നവനായി വളർന്നു വന്നു. എന്നാൽ അമ്മ ഒറ്റക്കണ്ണിയായും വളർന്നു. അപ്പോൾ ഈ സാറയെ അയൽവക്കക്കാരും മറ്റുള്ളവരും ഒറ്റക്കണ്ണി സാറ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ച് ഒരു നിന്ന രീതിയിൽ പെരുമാറുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഈ അമ്മ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിൻ്റെ സാമിൻ്റെ പഠനം, അവിടുത്തെ പെരുമാറ്റം, എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് അവരോട് മാതാവിനോട് പറയുന്നതിന് സ്കൂൾ അധികൃതർ അമ്മയെ ക്ഷണിച്ചു. അമ്മ സ്കൂളിൽ ചെന്നു. ആ സന്ദർഭത്തിൽ ഈ കാര്യങ്ങളെല്ലാം സാമിനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളൊക്കെ കേട്ട് അമ്മ സന്തോഷിച്ചു. പക്ഷേ സാമിൻ്റെ കൂട്ടുകാർ ഈ അമ്മയെ ഒറ്റക്കണ്ണിയായി കണ്ടത് അവർക്ക് കൗതുകമായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാമിൻ്റെ അമ്മ ഒറ്റക്കണ്ണിയാണ് എന്ന് കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ പറയാൻ തുടങ്ങി. അത് സാമിന് സഹിച്ചില്ല. സാമിന് അത് വളരെ അപമാനമായി തോന്നി. വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, ഇനിയും അമ്മ ഒരു കാര്യത്തിനും എൻ്റെ സ്കൂളിൽ വരരുത്, എനിക്കത് പ്രയാസമാണ്, വരരുത് എന്ന് പറഞ്ഞ് ശാസിച്ചു അമ്മയെ. അമ്മയോട് പിണങ്ങി. അവൻ 8ാം ക്ലാസ്സും കഴിഞ്ഞ് 9ാം ക്ലാസ്സും കഴിഞ്ഞ് 10ാം ക്ലാസ് ആവുമ്പോൾ ആ ചെറുപ്പത്തിൻ്റെ പക്വതയില്ലായ്മ, ഒറ്റക്കണ്ണിയാണ് എൻ്റെ അമ്മ. അവൻ അറിഞ്ഞിരുന്നില്ല അമ്മയുടെ കണ്ണുകൾ കൊണ്ടാണ് അവൻ 2 കണ്ണുള്ളവനായി രൂപാന്തരപ്പെട്ടതെന്ന്. അമ്മയോട് പറഞ്ഞു വരണ്ടെന്ന്. അങ്ങനെ അമ്മ സ്കൂളിൽ വല്ലപ്പോഴുമെങ്കിലും പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നിർത്തി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ സാം വീട് വിട്ട് പുറപ്പെട്ടു പോയി. അവൻ സമർത്ഥനായിരുന്നു. അതുകൊണ്ട് അവൻ ജോലി ചെയ്ത് തന്നെ പഠിക്കാനും ശ്രമിച്ചു. അങ്ങനെ അവന് പഠനമെല്ലാം പൂർത്തിയാക്കി. ചെറിയ ജോലിക്ക് പകരം നല്ല ജോലി ലഭിച്ചു. അവൻ അങ്ങനെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരാളായി. പക്ഷേ അമ്മയുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അമ്മ അറിയും വിധം ആ കാര്യം മറ്റുള്ളവരിലൂടെ അമ്മയ്ക്ക് അറിവ് കൊടുത്തിരുന്നു. എന്നാൽ അവൻ എവിടെ താമസിക്കുന്നുവെന്നോ അവനെ കാണാൻ ഒരവസരമുണ്ടാവുമെന്നോ അതൊരിക്കലും സാധ്യമായിരുന്നില്ല. ഒരവസരത്തിൽ അവൻ കുറച്ചു കഴിഞ്ഞ് അവൻ ജീവിതം മെച്ചപ്പെട്ടു. അവൻ വിവാഹിതനായി. ഭാര്യയ്ക്കും ജോലിയുണ്ട്. 3 കുഞ്ഞുങ്ങൾ പറന്നു. അവരും വളർന്നു വരുന്നു. അങ്ങനെ അവൻ സന്തോഷവാനായി ഒരല്പം അകലെ, ഗ്രാമത്തിൽ നിന്നും അകലെ നഗരത്തിൽ സുഖമായി താമസിക്കുകയാണ്. ഒരവസരത്തിൽ ഈ അമ്മയ്ക്ക് സാറ ഈ മകനെ കാണണം, മകൻ്റെ കുടുംബം ഒന്ന് കാണണം, കുഞ്ഞുമക്കളെ കാണണം, വല്ലാത്ത ആഗ്രഹമായി. എങ്ങനെയോ അവർക്ക് സാമിൻ്റെ മേൽവിലാസം ലഭിച്ചു.
അമ്മ ബന്ധപ്പെട്ട് ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ചെന്ന് അവൻ്റെ ആ മേൽവിലാസപ്രകാരം അവൻ്റെ വാതിലിൽ മുട്ടി. വീടിൻ്റെ വാതിലിൽ മുട്ടിയപ്പോൾ അവൻ്റെ മൂത്ത മകൾ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ഒറ്റക്കണ്ണിയായ ഒരു വൃദ്ധയെ ആ മകൾ കണ്ടു. അവൾ ചെന്ന് അവളുടെ അപ്പയോട് സാമിനോട് ഒറ്റക്കണ്ണിയായ ഒരു വൃദ്ധ പുറത്തു നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവൻ വന്ന് നോക്കുമ്പോൾ അത് അവൻ്റെ അമ്മയാണ്. അവനത് വളരെ കോപമുണ്ടാക്കി. അമ്മയെ ശകാരിച്ചു. മേലിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ആട്ടിപ്പയച്ചു. ആ അവസരത്തിൽ അമ്മ തിരിഞ്ഞു പോകുന്നതിന് മുമ്പേ മകനോട് പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് എൻ്റെ മകനെ കാണണമെന്ന ആഗ്രഹത്തിൽ ഈ മേൽവിലാസപ്രകാരം വന്നതാ. മേൽവിലാസം തെറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇതവളെ വല്ലാതെ ദുഃഖിപ്പിച്ചു. പ്രായത്തിലും കവിഞ്ഞ വാർദ്ധക്യം അവൾക്ക് വന്നുപോയി. അവൾ കിടപ്പിലായി, വിഷമത്തിലുമായി കിടപ്പിലായി. ആ അവസരം അവൾ ഒരു വാർത്ത അറിഞ്ഞു. സാം പഠിച്ചിരുന്ന ആ ഗ്രാമത്തിലെ സ്കൂളിൻ്റെ ജൂബിലി ആഘോഷമാണ്. പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വരുന്ന ഒരു യോഗം സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും സാം വരാതിരിക്കില്ല. ആ അമ്മ ഒരു കത്തെഴുതി. അവൾ കിടപ്പിലാണ്, നടന്നു പോകുവാനുള്ള നിർവാഹമൊന്നുമില്ല, കിടക്കയിൽ തന്നെയാണ്. എന്നാൽ അവർ പണിപ്പെട്ടൊരു കത്തെഴുതി അയൽവാസിയായ ഒരു സ്നേഹിതനെ ഏൽപ്പിച്ചു. എൻ്റെ മകൻ ഈ ജോബിലിക്ക് വരാൻ സാധ്യതയുണ്ട്, അവനെ ഈ കത്ത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെയിരിക്കെ ഈ മകൻ ഈ ജൂബിലിക്ക് സംബന്ധിക്കുവാൻ തീരുമാനമെടുത്തു. എന്നാൽ വീട്ടിൽ പറഞ്ഞില്ല. ജോലി സംബന്ധമായ ഒരു ടൂറിന് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പഴയ ഗ്രാമത്തിലേക്ക് ചെന്നു. അപ്പോൾ അവന് തോന്നി, എൻ്റെ അമ്മ വീട് അതൊക്കെ എനിക്കൊന്ന് എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കാണണം. അങ്ങനെ അവൻ ആ ഗ്രാമത്തിലെ അവൻ്റെ പഴയ വീട്ടിലേക്ക് വന്നു. വരുന്നതിന് മുമ്പ് എത്തുന്നതിനും അയൽവാസിയോട് ഇതേ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഒറ്റക്കണ്ണി സാറ കിടപ്പിലായിരുന്നു, രോഗിയായിരുന്നു, 10 ദിവസം മുമ്പ് മരിച്ചു എന്ന വാർത്ത അറിയുന്നതിനിടയായി. അവനവിടെ ചെന്ന അവസരത്തിൽ ആ സ്നേഹിതൻ അമ്മ എഴുതിയ കത്ത് കൊടുത്തു. കത്ത് ഇങ്ങനെയായിരുന്നു: കുഞ്ഞെ, ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു, നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ പിറന്ന അവസരത്തിൽ നിനക്ക് ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല, ഒരു കണ്ണ് മാത്രമേ നിനക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ തന്ന കണ്ണിലൂടെയാണ് നീ 2 കണ്ണുള്ളവനായി ഇപ്പോൾ ഈ ലോകം കാണുന്നത്. ഞാൻ നിനക്ക് തന്ന കണ്ണിലൂടെ പൂർണ്ണമായും ഈ ലോകത്തെ നീ കാണുന്നു, അറിയുന്നു, സന്തോഷിക്കുന്നു എന്ന് കാണുന്നതിൽ ഞാൻ വളരെ സംതൃപ്തയാണ്. തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്വന്തം അമ്മ തീയതി മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പേ കുറിച്ചതാണത്. അവൻ്റെ കണ്ണുകളിലൂടെ ധാരധാരയായി കണ്ണുനീരുകൾ ഒഴുകി. അവൻ പശ്ചാത്തപിച്ചു. അമ്മയുടെ സ്നേഹം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മ നിങ്ങളോട് പറയും, ഓരം ചേർന്നു പോകണം, അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതറിഞ്ഞ് നടന്നു പോകണം. സ്കൂളിൽ ചെന്ന് നന്നായി പഠിക്കണം. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സന്ദർഭം മുതൽ അമ്മ നിങ്ങളുടെ കൂടെയാണ്, ശാരീരികമായല്ല, മനസ്സിൽ. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് തിരുത്തലുകൾ അമ്മ തരും. നിങ്ങൾ അതേ സംബന്ധിച്ച് ശുണ്ഠി പിടിക്കും. പക്ഷേ ഓർത്തുകൊള്ളണം, അമ്മയുടെ സ്നേഹത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ ജീവൻ ഉയർകൊള്ളുന്നത്. സ്നേഹത്തിലാണ് ജീവൻ ഉയർകൊള്ളുന്നത് എന്നൊരു പ്രസ്താവമുണ്ട്. ലൈഫ് ബിഗിൻസ് വിത്ത് റിനൗൺസിയേഷൻ
എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന് ദൈവത്തിൻ്റെ സ്നേഹം ക്രൂശിലേക്ക് നോക്കി. സ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ ക്രൂശിലെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകാശനമാണ് മാതൃസ്നേഹം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അമ്മയുടെ ത്യാഗത്തിൽ കുതിർന്ന സ്നേഹത്തിലാണ് നമ്മളുടെ ജീവിതം ആരംഭിക്കുന്നതും അത് വളർന്ന് വലുതാകുന്നതും. ഈ ഒരു തിരിച്ചറിവോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ക്രൂശ് നമുക്ക് അടിസ്ഥാനം നൽകുന്ന ഒരു പാഠമായി ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സ്വീകരിക്കുകയും വേണം. കുഞ്ഞുങ്ങളെ, തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.